വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വിശുദ്ധരായിരിക്കുവീൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 11-12 വാക്യങ്ങൾ. വിശുദ്ധനായവൻ ഇനിയും വിശുദ്ധനാകട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു. പുതുവർഷം അടുത്തു വരികയാണ്. കർത്താവിന്റെ വരവും സമീപിച്ചിരിക്കുന്നു. ആത്മപരിശോധനയ്ക്കും വിശുദ്ധീകരണത്തിനുമായി നമുക്ക് നൽകപ്പെട്ട ഈ ദിവസങ്ങൾ വിലപ്പെട്ടതാണ്. ഈ ലോകത്തിലെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, എന്നാൽ വിശുദ്ധിക്ക് പരിധിയില്ല. ബൈബിൾ പറയുന്നു, വിശുദ്ധനായവൻ ഇനിയും വിശുദ്ധനായിരിക്കട്ടെ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വിശുദ്ധ ജീവിതം എങ്ങനെ നയിക്കണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മെ അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നതെന്ന് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. തന്റെ വിശുദ്ധ ജനമായിരിക്കാൻ, ഒരു രാജകീയ പുരോഹിത വർഗമായിരിക്കാൻ, അവന്റെ സന്നിധിയിൽ എന്നേക്കും നിൽക്കാൻ അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിനാൽ പരിശുദ്ധാത്മ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ഐക്യത്തിൽ തുടരുക. വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ ആവർത്തിച്ചെഴുതി. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ, പഴയ നിയമത്തിൽ ദൈവം പുരോഹിതന്മാരെ വിശുദ്ധ പൗരോഹിത്യം എന്ന് വിളിച്ചു. മഹാപുരോഹിതന്റെ നെറ്റിയിൽ കർത്താവിന് വിശുദ്ധി എന്ന വാക്ക് കൊത്തിവെച്ച ഒരു സ്വർണ്ണ ഫലകം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പുതിയ നിയമത്തിൽ വിശുദ്ധി പുരോഹിതന്മാർക്ക് മാത്രമല്ല, അത് എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ വിശുദ്ധ വിളി തിരിച്ചറിയുന്ന ഏതൊരാളും അശുദ്ധിയെ വെറുക്കണം. അവന്റെ വിശുദ്ധ നാമത്തെ അശുദ്ധമാക്കുന്ന എല്ലാത്തിൽ നിന്നും നാം പിന്തിരിയണം. പാപത്തിന്റെ ആത്മീയ സോദോമിനും ഗൊമോറയിലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഇശ്മായേലിനും ഇസ്ഹാക്കിനും ഒരേ മേൽക്കൂരയിൽ വസിക്കാൻ കഴിയാത്തതുപോലെ പാപത്തിനും വിശുദ്ധിക്കും ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. ഒരിക്കൽ ഒരു പന്നിയും ആടും ഒരിടുങ്ങിയ പാലത്തിലൂടെ ഒരുമിച്ച് നടക്കുകയായിരുന്നു. രണ്ടും വഴുതി ചെളി നിറഞ്ഞ കുഴിയിൽ വീണു. മാലിന്യത്തിൽ വീഴാൻ പന്നി സന്തോഷിച്ചു, പക്ഷേ ആടുകൾക്ക് അശുദ്ധി സഹിക്കാൻ കഴിഞ്ഞില്ല. അത് ഉടൻ തന്നെ പുറത്തു കയറാൻ പാടുപെട്ടു. അഴുക്ക് കുടഞ്ഞു കളഞ്ഞു, സ്വയം ശുദ്ധീകരിച്ചു. അതുപോലെ ദാവീദ് തന്റെ പാപത്തിന് കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവൻ തകർന്നു, അനുതപിച്ചു, ശുദ്ധീകരണത്തിനായി നിലവിളിച്ചു. സങ്കീർത്തനം 51-ൽ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഏറ്റുപറച്ചിൽ. പ്രിയ ദൈവമക്കളെ, ഈ വർഷാവസാനത്തോടടുക്കുമ്പോൾ നാം നമ്മെ തന്നെ താഴ്ത്തി ദൈവമുൻപാകെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാമോ? നമ്മുടെ വായിലെ വാക്കുകളും നമ്മുടെ ഹൃദയത്തിലെ ധ്യാനങ്ങളും അവന്റെ സൃഷ്ടിയിൽ പ്രസാദകരമാണോ? സങ്കീർത്തനക്കാരൻ ചെയ്തതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയുവീൻ. എന്നെ പരീക്ഷിച്ച് എന്റെ ഉത്കണ്ഠകളെ അറിയുവീൻ. എന്നിൽ ദുർമാർഗമുണ്ടോ എന്ന് നോക്കി എന്നെ ശാശ്വത മാർഗത്തിൽ നടത്തുവീൻ. ഇത് സങ്കീർത്തനം 139-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 27-ാം വാക്യം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സെക്കരിയാവ് 5, 6, 7, 8 അധ്യായങ്ങൾ. വൈകുന്നേരം വെളിപ്പാട് 19-ാം അധ്യായം. ആമേൻ.